നല്ല സുന്ദരനായിട്ടുള്ള അധികം ഉയരമില്ലാത്ത ഒരാൾ. അന്ന് അയ്യപ്പൻ നായർ ഇവിടെ ഞാൻ പറഞ്ഞു, യോ കവിയൂർ പൊന്നമ്മയെ കാണുമ്പോൾ എന്തൊരു സൗന്ദര്യമാണല്ലേ എന്നൊക്കെ പറഞ്ഞു. സൗന്ദര്യമൊക്കെ ഉണ്ടടേ, അതൊക്കെ ആ മുഖത്തുള്ള സൗന്ദര്യം മാത്രമെന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെ ഓരോരുത്തർ എപ്പോഴും ഈ അസൂയ പോഷന്യം പോരേക്കും പറയുമല്ലോ. എന്നാലും ഞാൻ തിരിഞ്ഞു നോക്കി ആ മുഖം എന്നിൽ നിന്ന് അവരുടെ ഉള്ളിലോട്ട് പോകുന്നവരെ ഞാൻ ആ മുഖം നോക്കിയിരുന്നു. അപ്പം ഞാനാ ചോദിച്ചത്, അതാരെ ഭർത്താവാണോ? ആ ഇപ്പോഴത്തെ ഭർത്താവ് ബാപ്പുട്ടി സാഹിബ് എന്നാണ് പറഞ്ഞത്. ബാപ്പുട്ടി സാഹിബ് അപ്പോൾ ഒരു മുസ്ലിമാണല്ലോ. അതൊന്നും എൻ്റെ തലമണ്ടയിൽ കയറിയില്ല, അതങ്ങനെ പോയി, നമ്മുടെ കാര്യമല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് അറിഞ്ഞത് ബാപ്പുട്ടി സാഹിബ് മരിച്ചു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അംബാസഡർ കാറിൽ കവിയൂർ പൊന്നമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. മണ്ണാർക്കാടോ എവിടെയാണോ വീടെന്ന് എനിക്കറിയില്ല. കല്ലടി ഫാമിലിയിൽ പെട്ടതാണെന്ന് എൻ്റെ വിവരം. വഴിയിൽ വെച്ച് കാറ് തടഞ്ഞു, ആ വീടിൻ്റെ മുമ്പിൽ വെച്ച്. അവരിത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, തിരിച്ചു പോയിക്കോളൂ. അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി, തിരിച്ചുപോയി. ഇതൊരു കഥയായിട്ടാണ് ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ളൂ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ജീവിതത്തിൻ്റെ മധുര മനോഹരമായിട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ അർമാദിക്കരുത്. ഈ കാലവും കടന്നു പോകും. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണ്ണ് നിന്ന് ജീവിക്കേണ്ട ഗതികേട് വരുമ്പോഴും നമ്മൾ തല കൊണ്ട് ചുമരിൽ ഇടിക്കരുത്.